ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. ഇനി അറിയേണ്ട കാര്യം പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നാണ്. എന്നെ വിശ്വസിക്കൂ, നിന്റെ അപ്പൻ വിശ്വസിച്ചു. പൊതുജനം അത് മുഴുവൻ പറയുന്നുണ്ട്, BJPയുടെ പ്രവർത്തകർ പറയുന്നുണ്ട്, മറ്റ് രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്തവർ പറയുന്നുണ്ട്, പത്തനംതിട്ട PC പറയുന്നു. അടിസ്ഥാനമില്ലാത്ത അറസ്റ്റുപരസ്യങ്ങളാണ്. അങ്ങനെ ഒരു അടിസ്ഥാനം അതിലില്ല. BJPയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടാണ്. പി. ജോർജ് പത്തനംതിട്ട മത്സരിച്ചാൽ ജയിക്കുമോ? 100%. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടും, ഒരു സംശയമില്ല. പത്തനംതിട്ട ശ്രീ അനിൽ ആന്റണി. BJP സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ PC ജോർജ് രംഗത്ത് വന്നു. അച്ചടക്ക നടപടി, കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കും. കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി. ഫേസ്ബുക്കിലൂടെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവൻ ഒരു പാർട്ടി സ്ഥാനത്തും ഉണ്ടാവില്ല. ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിന് നിനക്ക് ഒരു വിഷമവും ഇല്ല. തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഞാൻ നിനക്ക് ആരും അല്ലാതായി. അനിൽ ആന്റണിയെ പത്തനംതിട്ടക്കാർക്ക് പോലും അറിയില്ലെന്ന് PC ജോർജ് പറഞ്ഞു. താൻ മത്സരിക്കാതിരിക്കാൻ BDJS ആഗ്രഹിച്ചുവെന്നും PC ജോർജ് തുറന്നടിച്ചു. കാര്യങ്ങള് സംസാരിക്കുന്നതിന്റെ ഭാഷ, ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. എങ്ങനെയാണ് അനിലിന്റെ ഒരു സാധ്യത? അല്ല, അത് പ്രവർത്തനം പോലെ ഇരിക്കുന്നു. മരിച്ച് ജോലി ചെയ്താൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. നിനക്കെന്താ വിഷമം? എനിക്കിപ്പോ ഒരു വിഷമമില്ല. അതാ എന്റെ ഇപ്പോഴത്തെ ഒരു വിഷമം. എന്നോട് ആരും നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിൽക്കേണ്ടെന്ന് ഒന്നും ആരും പറഞ്ഞില്ല. ഞാൻ നിൽക്കണമെന്നും പറഞ്ഞില്ല. അവരെ ആലോചിച്ച് അനിലാൻ്റെ സ്ഥാനാർത്ഥിയിട്ടൊക്കെ ഞാൻ പിന്തുണ കൊടുക്കുന്നത്, അല്ലാതെ അതിനകത്ത് എനിക്ക് അതിനകത്തൊരു മാനസിക വിഷമമോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? ഈ വെള്ളാപ്പള്ളിയും ഒപ്പം തന്നെ അവരുടെ ഒരു നീക്കമാണോ ഇതൊരു തിരിച്ചടിയായത്? ആ കേസ് കേട്ട് വിട് എന്നെ, ഞാൻ അതിന് വർത്താനം പറയാൻ വിളിച്ചത് കേട്ടില്ലേ? എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? പോട്ടെ, ഇത് പറ്റിയ കക്ഷിയല്ല, അത് അറിയാമല്ലോ കയ്യിലിരിപ്പൊക്കെ. പോട്ടെ, ഞാൻ അതിലേക്ക് പറക്കുന്നില്ല. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. അവനിവിടുന്ന് ജീവനം കൊണ്ട് ഓടണം, അത്രയല്ലേ വേണ്ടു. ഫലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടുന്നു. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിയന്ത്രിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. PC ജോർജിന്റെ സ്വഭാവം എല്ലാവർക്കും അവനെ നിയന്ത്രിക്കാൻ പറ. അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. ആദ്യം അവനെ ഒന്ന് നിയന്ത്രിക്കട്ടെ, അത് കഴിഞ്ഞ് അവനെ അപ്പനെ നിയന്ത്രിക്കട്ടെ, അത് കഴിഞ്ഞ് അവൻ എന്നെ നിയന്ത്രിക്കാൻ പറ്റട്ടെ. എന്താ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി ഇല്ലെങ്കിൽ വേണ്ട, ഓട്ടെ. അവസരം പോലെ ഓരോരുത്തരും ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന PC ജോർജിന്റെ നിർവ്വഹിട്ട രാഷ്ട്രീയം കേരളം കണ്ടതാണ്. അതുകൊണ്ട് PC ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. സീറ്റ് വന്നില്ല, പക്ഷെ പാർട്ടിയിൽ ഒരു അർഹമായ സ്ഥാനം ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്കോ? ഇതൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന്. ചുമ്മാ എന്തിനാണ് ആ കാര്യം നീ ചോദിക്കുക? വേറെ പല കാര്യം ചോദ്യമാനെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്.